ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ വളരെ സമാധാനത്തോടെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. സംഭവം എന്താ പറയുക, ഇന്നൊരു ലീവ് ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ലീവ് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാ ദിവസവും നമുക്കിങ്ങനെ ധൃതി പിടിച്ചിട്ടാണ്, ആകെ ഒരു ഈ സ്കൂളിൽ ലീവ് സമയത്താണ് നമ്മൾ സമാധാനത്തിൽ ഫുഡ് ഉണ്ടാക്കുക കേട്ടോ, ധൃതിയില്ലാതെ. അതും എന്തെങ്കിലും സ്പെഷ്യലായിരിക്കും. അപ്പോൾ ഇന്നാണെങ്കിൽ ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. എപ്പോഴും ഒരു റാവുത്തർ ബിരിയാണി അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി അല്ലെങ്കിൽ മന്തി അങ്ങനെയാണ് കേട്ടോ. ഈ ഒരു ദം ബിരിയാണി എപ്പോഴെങ്കിലും നല്ലപോലെ ഒരു പൂതി വരണം, എന്നാലാണ് കേട്ടോ ഉണ്ടാക്കുള്ളൂ. അതും ഇന്ന് നമ്മൾ അടുപ്പിലാണ് കേട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുത്തത്. സംഭവം എന്താ പറഞ്ഞാൽ നമുക്ക് ധൃതിയില്ല, സമാധാനത്തിൽ ചെയ്യുക. അതും അടുപ്പിലാവുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ. ഗ്യാസിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും അടുപ്പിലുണ്ടാക്കുന്ന ഫുഡിന് പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ അവിടെ വറുക്കാൻ വേണ്ടിയിട്ട് ഇമ്മതാ സാലഡിനുള്ള ഉള്ളി അരിയാണ് കേട്ടോ. സംഭവം എല്ലാം സെറ്റാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്. സംഭവം അടുപ്പാണ്, ഗ്യാസല്ല. നമുക്ക് ഫ്ലെയിം കുറയ്ക്കാനും കൂട്ടാനും ഒന്നും പറ്റില്ല. അപ്പോൾ ഞാൻ സംഭവങ്ങളൊക്കെ ഉള്ളിയൊക്കെ അരിഞ്ഞ് ചിക്കനിൽ മസാല തേച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ അടുപ്പിൽ കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുള്ളൂ കേട്ടോ. സംഭവം നമ്മളെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാലേ അടുപ്പിലാകുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും കേട്ടോ. 12:30 ആകുമ്പോഴത്തേനും സംഭവം റെഡി ആയിട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ ദം ബിരിയാണി ദമ്മിടാൻ വേണ്ടി പോകണം കേട്ടോ. ഉള്ളിയൊക്കെ വറുത്ത് മല്ലിയിലൊക്കെ അരിഞ്ഞ്, അപ്പോൾ ഈ ഒരു പാനിൽ തന്നെയാണ് ഞാൻ ചിക്കൻ മസാല വഴറ്റിയതും വറുത്തെടുത്തതും ചോറ് വേവിച്ചതും ഒക്കെ ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു പാനിൽ തന്നെയാണ് അവസാനം തന്നെ ദമ്മിടാൻ വേണ്ടിയും പോകുന്നത് കേട്ടോ. മറ്റേത് ഞാൻ ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ ആദ്യം ഉള്ളി വഴറ്റാൻ വേണ്ടി ഇടും, എന്നിട്ടാണ് ഞാൻ തക്കാളി അരിയുക. അങ്ങനെ നമ്മളത് എന്തായാലും ഫ്ലെയിം കുറയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇത് പിന്നെ ചടപടയെന്നെല്ലാം ആയിട്ടോ. അവസാനം ഞാൻ ദമ്മിട്ട് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കല്യാണ വീട്ടുകളിലൊക്കെ പോയ കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതാ ഇത് ഓരോ സൈഡായിട്ട് ഇങ്ങനെ ഇളക്കണം കേട്ടോ. കുട്ടികളാണെങ്കിൽ അവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. സംഭവം ബിരിയാണി ആണെങ്കിൽ പറയണ്ടല്ലോ, അവർ നേരത്തെ ഫുഡ് കഴിച്ചാലും പതുക്കെ കഴിച്ചാലും അവർക്ക് വിശക്കും. അതിൻ്റെ ഒരു മണം അടിച്ചാൽ തന്നെ അടുക്കളയിൽ വന്നിട്ട് ഫുഡായോ എന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ അതാ ഇനി ഞങ്ങളെല്ലാവരും കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഞാനിവിടെ പ്ലേറ്റിൽ വിളമ്പിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നല്ല ചൂടോടെ കുറച്ച് കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടൊന്ന് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ട് കുട്ടികളിൽ നിന്നും കൊണ്ട് പുറത്തൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയതേ പാലക്കാട് ഫെസ്റ്റിവൽക്കാണ് കേട്ടോ. അവിടെ ഗുണ കേവ് പറഞ്ഞിട്ട് എക്സിബിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുട്ടികളെയും കൂട്ടിയിട്ട് പോയതാണ്. ഇന്നാണെങ്കിലും വല്ലാത്ത തിരക്കില്ല കേട്ടോ. എന്നാലും തിരക്കുണ്ട്, പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ ഉള്ള ആ ഒരു ഉന്തും തള്ളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ഫ്രീ ആയിട്ട് പോയി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ഇങ്ങനെയാണ് കേട്ടോ, ഫ്രണ്ട് വ്യൂ ഇതുപോലെയാണ് കേട്ടോ ഉള്ളത്. സംഭവം ഇതിൻ്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മഞ്ഞുമൽ ബോയ്സിലെ ഗുണ കേവ്, നമ്മുടെ സുഭാഷും കുട്ടേട്ടൻ്റെയും ഒക്കെ ആ ഒരു ഇതാണ് കേട്ടോ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എൻട്രി ഫീസ് 120 കുട്ടികൾക്കും 120 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറി. ഫസ്റ്റ് തന്നെ കയറി പോകുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു സിനിമയുടെ ഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു വോയിസ് ഒക്കെ ഉള്ളിൽ ഓടിയും കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് ആ ഒരു ഫീല് ഉള്ളിലേക്ക് തട്ടുന്നുണ്ട്. കുട്ടികൾ എന്തായാലും എൻജോയ് ആണ് കേട്ടോ. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആ വോയിസ് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് വരുമോയെന്ന് അറിയില്ല, പക്ഷെ ഞാൻ കുറച്ച് കൊടുക്കാം കേട്ടോ. ബാക്കി പിന്നെ മൊത്തം സൗണ്ടും ബഹളമാണ് കേട്ടോ. വണ്ടികളുടെയും ആൾക്കാരുടെയും സംസാരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ബഹളമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ സൗണ്ട് കൊടുക്കുക. ബാക്കി പിന്നെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് തന്നെ എൻട്രി ഇങ്ങനെ ഉള്ളിൽ കയറി പോകുമ്പോൾ ഡെവിൾസ് കിച്ചൺ എന്നാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഉള്ളിൽ കൂടെ നടന്നു പോകുമ്പോൾ ശരിക്കും നമ്മളൊരു പാറയുടെയൊക്കെ ഒരു ഗുഹയുടെയൊക്കെ ഉള്ളിൽ പോകുന്ന അതേ ഫീലാണ്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ എട്ടുകാലിയും അതിൻ്റെ നെറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ. ഏകദേശം നമ്മൾ ആ ഉള്ളിൽ കയറി പോകുമ്പോൾ ആ ഒരു പാറയുടെയൊക്കെ ഉള്ളിൽ പോകുന്ന അതേ ഫീലാണ്. കുറേ വള്ളികളായിട്ടും പിന്നെ അസിൽ ഫോട്ടോ ക്ലബിന് പോയി നോക്കിയാലോ? സുഭാഷട ഒറിജിനലാണ് സുഭാഷ വിളിക്ക്.
സംഭവിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കൊല്ലോട്ട് ചെയ്യാം. குடியில விழுந்தவனை காப்பாத்துறது உங்களுக்கு அது ஒரு ശരിക്കും ആലോചിക്കണം. அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? Devil's Kitchen. നമ്മുടെ റിയൽ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒക്കെ പിക്ചർ ഉണ്ട് അവിടെ, കുറച്ച് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കൊടൈക്കനാൽ പോയി കഴിഞ്ഞാൽ ഗുണ കേവ് പോലെ ഇങ്ങനത്തെ കുറേ ഗുഹകൾ ഗ്രില്ലിട്ട് വെക്കുമല്ലോ, അതുപോലെയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് ഈ ഒരു മരമാണ് കേട്ടോ. നമ്മളിങ്ങനെ കാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെയാണല്ലോ മരങ്ങൾ കാണാറ്, നല്ല പോലെ ഇങ്ങനെ മാറാലയൊക്കെ പിടിച്ചിട്ട്. അത് ശരിക്കും നമുക്ക് ഒറിജിനലാണ് തോന്നും കേട്ടോ, നല്ല ഭംഗിയാണ്. പിന്നെ അതുപോലെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് സ്നോ വേൾഡാണ് കേട്ടോ. സംഭവം ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ് കേട്ടോ. ആ ഒരു ഫാനിലൊക്കെ ഇങ്ങനെ വെള്ളം തെറിക്കുന്ന രീതിയിലാണ് കേട്ടോ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മഞ്ഞ് കരടിയും അതുപോലെ മഞ്ഞ് പുലിയും പെൻകിൻസും ഒക്കെ ആയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ മോളിൽ സെറ്റ് ചെയ്തിട്ടില്ലേ അത് ഇട്ടോ. അത് ശരിക്കും ഇങ്ങനെ മഞ്ഞ് നിൽക്കുന്ന പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി മല പ്രദേശങ്ങളിൽ നിൽക്കണ കാണില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ള. ഇതാ കണ്ടില്ലേ, പെൻകിൻസൊക്കെ നല്ലപോലെ ഒരു റിയൽ ആയിട്ട് തോന്നുന്ന രീതിയിലാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾ കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കണം കേട്ടോ, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ അതാ ഇവിടെയൊക്കെ നമുക്ക് കുറേ ഭാഗത്ത് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കരടിയൊക്കെ കണ്ടില്ലേ, തല ഇങ്ങനെ മൂവ് ചെയ്യുന്ന കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നമുക്കത് റിയലായി തോന്നുന്ന രീതിയിൽ. അതുപോലെ ഈ ഒരു സംഭവമൊക്കെ ശരിക്കും ഇങ്ങനെ മഞ്ഞ് നിൽക്കുന്നത് പോലെ, മഞ്ഞിൽ ഈ കരടികളൊക്കെ നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു മരങ്ങളും ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ശരിക്കും റിയലായി തോന്നുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഇത് ഫ്ലവേഴ്സിൻ്റെ ആ അടിപൊളിയായിട്ട് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നമ്മളിങ്ങനെ കല്യാണത്തിനൊക്കെ ഓരോ ഹൈ പാർട്ടി കല്യാണങ്ങളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത് കാണില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല കളർഫുള്ളായിട്ട് അടിപൊളിയായിരുന്നു. ഞാൻ അധികം ഈ താഴെയൊക്കെ നോക്കുന്നതിന് പകരമായിട്ട് ഈ മുകളിലാണ് കേട്ടോ അധികം നോക്കിയത്, അതെങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെയും കാണാൻ നല്ല ലൈറ്റിങ്ങും അതുപോലെ അതിനനുസരിച്ചിട്ടുള്ള മുകളിൽ ഇതുപോലെ കുറേ കുടകളാണ് കേട്ടോ തൂക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഓരോ ഭാഗത്ത് നിന്നിട്ട് ഫോട്ടോസ് എടുക്കാം കേട്ടോ, ഫാമിലി ആയിട്ടും ഒറ്റയ്ക്കും ഒക്കെ നിന്ന് ഫോട്ടോസ് എടുക്കാം. ഇന്ന് കണ്ടില്ല, അത്രയ്ക്ക് തിരക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നിന്ന് അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുള്ള സമയത്താകുമ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും.
ഉള്ളിൽ കയറിയാലേ നമ്മൾ എന്ത് വാങ്ങിച്ചാലും പുറത്തുനിന്ന് വാങ്ങുന്നതിന് കുറച്ചധികം പൈസയാണ് കേട്ടോ ആവാറ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പഞ്ഞിമിഠായും അതുപോലെ പോപ്കോണും വാങ്ങിച്ചു. പിന്നെ ഉള്ളത് കത്തി, മാല, വള, അങ്ങനെ നമ്മൾ തേര് പറമ്പുകളിലൊക്കെ പോയാൽ കിട്ടില്ല അങ്ങനത്തെ സംഭവങ്ങളും വെറൈറ്റി അച്ചാറുകളും അതൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലൈവായിട്ട് ഫോട്ടോ ഫ്രെയിമും ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇവിടെ ഇതാ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡുകളാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് നമുക്ക് വലിയവർക്കൊക്കെ പറ്റിയിട്ടുള്ള റൈഡുകളുണ്ട്. പക്ഷേ ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ കാശ് കൊടുത്തിട്ട് വേണം ഓരോ റൈഡുകളിലും കയറാനായിട്ട്. ഓരോന്നിനും 80ഉം 100ഉം ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഇതുപോലെ വലിയ റൈഡുകൾ പറഞ്ഞാൽ നല്ല പേടിയാണ്. ഞാൻ അതുകൊണ്ട് ഏതിലും ഇരുന്നില്ല, കുട്ടികളിലും ഇരുത്തിയില്ല. പിന്നെ ചെറിയ കുട്ടികൾക്ക് ഇതുപോലുള്ള റൈഡുകളും ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും കണ്ടാൽ തന്നെ പേടിയുള്ള ഒരു സംഭവമാണ് ഈ ഒരു തോണി പോലത്തേത് കേട്ടോ. ജീവിതത്തിൽ ഒറ്റയൊരിക്കൽ ഇരുന്നിട്ടുള്ളൂ, അത് അവസാനമായിരുന്നു കേട്ടോ. അറിയാതെ ഒരു ക്രൈസിൽ അങ്ങോട്ട് കയറിയിരുന്നു, സംഭവം കൈവിട്ടു പോയി. മൊത്തത്തിൽ ബോധം പോയ അവസ്ഥയിലായിരുന്നു ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അത് ഇന്നും ഞാൻ മറക്കില്ല. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഏകദേശം അടുത്ത് പോകാനും കൂടെ പേടിയാണ് കേട്ടോ. കുറേ പേര് അതിൽ കയറി ഇരുന്നിട്ട് നിലവിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളത് ഇതുപോലത്തെയൊക്കെ റൈഡുകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എക്സിബിഷൻ കാണൽ കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. പോണതിന് മുമ്പ് ഈ യന്ത്രഊഞ്ഞാൽ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും കണ്ടിട്ട് പോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു സൈഡ് ഇരുന്നു. സംഭവം ഇത് കാണുന്ന പോലെയല്ല, നല്ല വലിയ യന്ത്രഊഞ്ഞാലയാണ് കേട്ടോ. അതിലത്തെ ആ ലൈറ്റിങ്ങും ഒക്കെ സെറ്റ് ചെയ്തിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ആളൊക്കെ ഫില്ലായപ്പോൾ അത് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 10 കറക്കമാണ് കേട്ടോ കറക്കുക. അതുപോലെ ഒരാൾക്ക് കയറാൻ 100 രൂപയാണ് കേട്ടോ അത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് അത് കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. പോണ വഴിക്കാണെങ്കിൽ ഒരു പാനിപൂരി കട കേട്ടോ. അവിടെ നല്ല തിരക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇത്രയും തിരക്ക് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിർത്തിയിട്ട് എനിക്ക് എന്തായാലും പാനിപൂരി കഴിക്കണമെന്ന്. എനിക്ക് ഈ പാനിപൂരി നല്ല ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ആ പൂരിൻ്റെ ഉള്ളിൽ മസാലയും അതിൻ്റെ ആ ഒരു പുളിപ്പും എരിവുള്ള വെള്ളം ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ചൂടോടുകൂടെ മുഴുവനായിട്ടും വായിലിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ഒരു ബേൽപൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ബേൽപൂരി അത്ര ഇഷ്ടമല്ല കേട്ടോ, ആ പൊരി ഇട്ടിട്ട്, പക്ഷെ കാളാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല ചൂടോടുള്ള പാനിപൂരി എത്തിയിട്ടുണ്ട്. ഇനി ഞാനത് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.